കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ച് അവരുടെ തിരുവനന്തപുരത്തെ പാർലമെന്റ് മെമ്പറായ ശശി തരൂർ ഒരു അത്ഭുതമാണ്. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്ന ഐക്യരാഷ്ട്രസഭയിൽ നിന്നും നമ്മുടെ കൊച്ചു കേരളത്തിലെ ഒരു പാർലമെന്റ് മെമ്പറായി 10-15 വർഷം മുൻപ് ചുമതലയേറ്റതു മുതൽ ഇന്നുവരെ ആ അത്ഭുതത്തിന് കുറവൊന്നും സംഭവിച്ചിട്ടില്ല. ഈ 10-15 വർഷ കാലയളവിനുള്ളിൽ ഭാര്യയുടെ മരണം ഉൾപ്പെടെ നിരവധി ആരോപണങ്ങളിൽ ശശി തരൂർ വീണുപോയിട്ടുണ്ട്. ഇതെല്ലാം കേരളത്തിലെ സാധാരണക്കാരായ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരുടെ മുന്നിൽ തന്നെയാണ് സംഭവിച്ചത്. അന്ന് മാത്രമല്ല, ശശി തരൂർ അകപ്പെട്ട പല പ്രതിസന്ധികളിലും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർ അദ്ദേഹത്തിനൊപ്പം ഉറച്ചു നിന്നു. അദ്ദേഹത്തിന് വേണ്ടി സമൂഹ മാധ്യമങ്ങളിലൊക്കെ വാദിച്ചു. അദ്ദേഹം തെറ്റുകാരനല്ലെന്നും നരേന്ദ്രമോദിയുടെ പ്രതികാരത്തിന്റെ ഭാഗമാണ് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളെന്നും കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ടും ആ ഒരു നന്ദിയും കടപ്പാടും പ്രവർത്തകർക്ക് തിരിച്ചു കൊടുക്കാൻ ശശി തരൂരിന് കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം. അതാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് ശശി തരൂർ ഇന്നും ഒരു അത്ഭുതമാണ്. ഇങ്ങോട്ട് ചെയ്യുന്ന സഹായങ്ങൾക്ക് ഇരട്ടി നന്ദിയും കടപ്പാടും തിരിച്ചു കൊടുക്കുന്നവരാണ് കോൺഗ്രസ് നേതാക്കൾ. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ സഹായിച്ചവരെ ഒരിക്കലും മറക്കാത്തവരാണ് ഈ കോൺഗ്രസ് നേതാക്കൾ. എന്നാൽ അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ സമീപനമാണ് ശശി തരൂരിനുള്ളത് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ അഭിപ്രായം. ദേശീയതലത്തിലെ കോൺഗ്രസ് മുഖങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്ന ശശി തരൂരിനെ സ്വന്തം മണ്ഡലമായ തിരുവനന്തപുരത്ത് സ്ഥിരമായി കാണാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ തരൂരിന് പ്രവർത്തകരുമായി അടുപ്പം കുറവാണെന്ന ഒരു വിലയിരുത്തൽ ഈ പ്രവർത്തകർക്കിടയിൽ തന്നെയുണ്ട്. ഇതൊന്നും കൂടാതെ തന്നെ ശശി തരൂർ സംസ്ഥാന ദേശീയപരമായ കാര്യങ്ങളിൽ സ്വന്തം പാർട്ടിയോ മുന്നണിയോ നോക്കാതെ അഭിപ്രായങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും ആ അഭിപ്രായങ്ങൾ സാധാരണക്കാരായ പ്രവർത്തകർക്ക് ബാധ്യതയാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ പ്രകീർത്തിച്ചും കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ വ്യവസായ നയത്തെ പ്രശംസിച്ചും തിരുവനന്തപുരം എം പി ശശി തരൂർ രംഗത്തെത്തിയ സംഭവം പ്രതിസന്ധിയിലാക്കിയത് കോൺഗ്രസ് പ്രവർത്തകരെയാണ്. നേരത്തെ ഇത്തരത്തിൽ തരൂർ കാണിച്ചു കൂട്ടിയിട്ടുള്ള പല കാര്യങ്ങൾക്കുമെതിരെ വിമർശനങ്ങൾ ഉയർന്നപ്പോഴും അതിനെ പ്രതിരോധിച്ചു നിന്ന കോൺഗ്രസ് പ്രവർത്തകർ പക്ഷേ ഇത്തവണ തരൂരിനെ കൈവിട്ടു. കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായി ശശി തരൂർ രേഖപ്പെടുത്തിയ ഈ അഭിപ്രായങ്ങൾക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നു തന്നെ വലിയ രീതിയിലുള്ള എതിർപ്പുകളാണ് ഉയർന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഊഹാപോഹങ്ങളും പ്രചരിപ്പിക്കപ്പെട്ടു. സംസ്ഥാനത്ത് LDF മന്ത്രിസഭയ്ക്ക് അനുകൂലമായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ആ അഭിപ്രായത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുകയും ചെയ്ത ശശി തരൂർ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് CPMലേക്ക് പോവുകയാണോ എന്ന സംശയമാണ് പ്രവർത്തകർക്കുണ്ടായത്. സംശയം ഉയരുക മാത്രമല്ല, അങ്ങനെ തന്നെ എന്ന് ഉറപ്പാക്കിക്കൊണ്ട് പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിലൂടെ തരൂരിന് എതിരെ രംഗത്തെത്തുകയും ചെയ്തു. തരൂർ ഇതുവരെ നടത്തിയ പ്രസ്താവനകളും പ്രവർത്തികളും ഒക്കെ കണക്കിലെടുത്ത് അദ്ദേഹം LDFലേക്ക് പോവുകയാണെന്ന് ഒരു ചിന്ത ആരിലും രൂപപ്പെടും. എന്നാൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ശശി തരൂർ LDFലേക്ക് പോകില്ല. അങ്ങനെയാണെങ്കിൽ LDFനെ പുകഴ്ത്തി ലേഖനം എഴുതിയതും അത് വിവാദമായപ്പോൾ വീണ്ടും അതിനെ അനുകൂലിച്ച് രംഗത്തെത്തിയതുമൊക്കെ എന്തിനായിരുന്നു എന്നുള്ളതായിരിക്കും പലരുടെയും മനസ്സിൽ വരുന്ന സംശയം. അതെല്ലാം തന്നെ ശശി തരൂരിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായിരുന്നു. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ശശി തരൂർ കോൺഗ്രസ് പ്രവർത്തകർക്ക് മുന്നിൽ ഇട്ടുകൊടുത്ത ഒരു ടെസ്റ്റ് ഡോസായിരുന്നു അതൊക്കെ. ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് ശശി തരൂർ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു ദേശീയ നേതാവാണ്. കോൺഗ്രസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും കൂടി ചെയ്തതോടെ അദ്ദേഹത്തിൻ്റെ ദേശീയ മുഖം കോൺഗ്രസ് പ്രവർത്തകരുടെ ഉള്ളിൽ ഉറയ്ക്കുകയും ചെയ്തു. ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയിലെ ബുദ്ധിജീവികളെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ദേശീയ കോൺഗ്രസ് നേതാവ് മാത്രമല്ല, ഒരു വിശ്വപൗരൻ കൂടിയാണ്. ഐക്യരാഷ്ട്രസഭയിലൊക്കെ ജോലി ചെയ്തിരുന്ന വ്യക്തി. ശശി തരൂരിൻ്റെ കടന്നുവരവ് കോൺഗ്രസ് പാർട്ടിക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു എന്ന് കരുതുന്നവരാണ് ഭൂരിപക്ഷം ഉത്തരേന്ത്യൻ കോൺഗ്രസ് പ്രവർത്തകരും. യഥാർത്ഥത്തിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ശശി തരൂർ കേരളത്തിലെ പിണറായി മന്ത്രിസഭയ്ക്ക് അനുകൂലമായി ലേഖനം എഴുതിയതോ അതിനു പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് അദ്ദേഹം നേരിടുന്ന വിമർശനങ്ങളോ ഒന്നും അങ്ങ് ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് പ്രവർത്തകർ അറിയുന്നില്ല. ശശി തരൂരിനെതിരെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മുഴുവൻ എതിരാണെന്നും അദ്ദേഹം ലേഖനം എഴുതിയതിൻ്റെ പേരിൽ കോൺഗ്രസ് പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തെ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഒന്നും തന്നെ ഉത്തരേന്ത്യയിൽ അറിയില്ല. മാത്രമല്ല, ഉത്തരേന്ത്യക്കാർ നോക്കുമ്പോൾ ഇന്ത്യ മുന്നണിയിലെ 2 ഘടകകക്ഷികൾ, അതായത് കോൺഗ്രസും CPMുമാണ് കേരളത്തിലുള്ളത്. ഒരേ മുന്നണിക്കാർ തമ്മിൽ എന്ത് പ്രശ്നം? അവർ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ അങ്ങനെയാണോ സ്ഥിതി?
കേരളത്തിന് വെളിയിൽ ഒരേ മുന്നണിയാണെങ്കിലും കേരളത്തിനകത്ത് രണ്ടുപേരും തുറന്ന യുദ്ധത്തിലാണ്. പ്രത്യേകിച്ചും ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമൊക്കെ അടുത്തെത്തിയ സാഹചര്യത്തിൽ. കേരളത്തിൽ ഈ കൊണ്ടുപിടിച്ച പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും കേന്ദ്രത്തിൽ നിന്ന് വലിയ നടപടികളൊന്നും ഉണ്ടാകാത്തതിന് കാരണവും അതുതന്നെ. എന്നാൽ കേരളത്തിൽ പാർട്ടിക്കെതിരെ നടക്കുന്ന ഒരു സംഭവത്തെ അത്ര ലാഘവത്തോടെ തള്ളിക്കളയാൻ ദേശീയ കോൺഗ്രസ് നേതൃത്വം തയ്യാറല്ല. കാരണം അധികാരമില്ലെങ്കിലും ഇന്നും സജീവമായി പാർട്ടി നിലനിൽക്കുന്ന ഒരിടമാണ് കേരളം. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം ഉണ്ടായതിനു 2 ദിവസത്തിന് ശേഷം ശശി തരൂരിനെ കോൺഗ്രസ് നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. ലേഖനം വിവാദമായ സാഹചര്യത്തിൽ ശശി തരൂർ എംപിയുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. സോണിയാഗാന്ധിയുടെ 10-ാം നമ്പർ ജൻപത് വസതിയിൽ വച്ചായിരുന്നു കൂടിക്കാഴ്ച. രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, കെ സി വേണുഗോപാൽ എന്നിവരാണ് കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാഹുലിനൊപ്പം ശശി തരൂർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെയും കണ്ടു. ഇതിന് പിന്നാലെ മാധ്യമങ്ങളെ കാണാൻ നിൽക്കാതെ പിൻവശത്തെ ഗേറ്റ് വഴിയാണ് തരൂർ മടങ്ങിയത്. പരാമർശങ്ങളിൽ തെറ്റായ ഉദ്ദേശം ഒന്നും തന്നെ ഇല്ലെന്നാണ് തരൂർ ദേശീയ നേതൃത്വത്തെ അറിയിച്ചു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. ചുരുക്കത്തിൽ കേരളത്തിൽ നടന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം എന്ന വണ്ണം തരൂരിനെ കോൺഗ്രസ് നേതൃത്വം ഡൽഹിയിലേക്ക് വിളിച്ചു വിശദീകരണം ചോദിച്ചു. പിന്നാലെ അദ്ദേഹം തിരിച്ചുപോയി. ഇതാണ് സംഭവിച്ചത്. വിശദീകരണം ചോദിച്ച വാർത്തകൾ പുറത്തു വന്നെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് തരൂരിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും സംശയം തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് 1-2 തവണയല്ല തരൂർ ഇത്തരത്തിൽ പാർട്ടിക്ക് പണി കൊടുക്കുന്നത്. എന്നാൽ ഈ പണി ശശി തരൂർ കരുതിക്കൂട്ടി തന്നെ കൊടുത്തതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ 2 കാര്യങ്ങളാണ് ശശി തരൂർ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ചെയ്യുന്നത് പോലെ കേന്ദ്ര മന്ത്രിസഭയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അഭിനന്ദിക്കുക. രണ്ടാമത്തെ കാര്യം, ഒരിക്കലും കേരളത്തിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. കേരളത്തിൽ ഭരണം നടത്തുന്ന LDF സർക്കാരിനെ പുകഴ്ത്തുക. ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചെറിയ രീതിയിൽ അഭിനന്ദിച്ച ശശി തരൂർ LDF സർക്കാരിൻ്റെ വ്യാവസായിക നയങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് ലേഖനം എഴുതുകയാണ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് കാണുമ്പോൾ ആർക്കായാലും തോന്നുന്നത് ശശി തരൂർ രാഷ്ട്രീയം മാറി ചിന്തിക്കുകയാണോ, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അദ്ദേഹം മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോവുകയാണോ എന്നൊക്കെയാണ്. ഈ പാർട്ടി CPM ആയിരിക്കും എന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകരിൽ പലരും ചിന്തിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ശശി തരൂരിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ ഒന്നടങ്കം രംഗത്തെത്തിയത്. ഈ അടുത്ത ദിവസം ഡൽഹിയിലേക്ക് വിമാനം കയറിയ ശശി തരൂർ സോണിയാഗാന്ധിക്കും സംഘത്തിനും വിശദീകരണം നൽകിയെങ്കിലും അതൊന്നും ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ അംഗീകരിക്കാൻ തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. ഈ സാഹചര്യത്തിൽ ഉറപ്പിച്ചു പറയാം, ശശി തരൂരിൻ്റെ ലക്ഷ്യം ഒരിക്കലും CPM അല്ല. അത് പറയാനുള്ള കൃത്യമായ കാരണങ്ങളുമുണ്ട്. അതായത് ശശി തരൂരിനെ പോലെ ഒരു വിശ്വപൗരൻ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയനായ ഒരു വ്യക്തി ഇന്ന് കേരളത്തിൽ മാത്രം സജീവമായി നിലനിൽക്കുന്ന CPM എന്ന രാഷ്ട്രീയ പാർട്ടി ചേരുമെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. ഈ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത് ശശി തരൂർ ഇപ്പോൾ നടത്തിയത് ഒരു ടെസ്റ്റ് ഡോസാണ്. അതായത് താൻ മറ്റൊരു പാർട്ടിയെ അല്ലെങ്കിൽ പാർട്ടികളെ അനുകൂലിച്ചാൽ എന്തായിരിക്കും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പ്രതികരണം എന്നായിരുന്നു ശശി തരൂരിന് അറിയേണ്ടിയിരുന്നത്. CPMനെ അധികം പുകഴ്ത്തിയതുകൊണ്ട് CPMലേക്ക് ശശി തരൂർ പോവുകയാണോ എന്ന് കോൺഗ്രസ് പ്രവർത്തകർക്കും ശശി തരൂരിനെ പോലെ ദേശീയ രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിച്ച ഒരു വ്യക്തി CPMലേക്ക് വരികയാണോ എന്ന് CPMകാർക്കും തോന്നുന്നത് സ്വാഭാവികം. എന്നാൽ ഉറപ്പിച്ചു പറയാം, ശശി തരൂർ ഒരു പക്ഷേ പാർട്ടി മാറുകയാണെങ്കിൽ അതൊരിക്കലും CPM ആയിരിക്കില്ല, അത് BJP ആയിരിക്കും. മുൻപ് നിരവധി തവണ ശശി തരൂർ BJPയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകളെയും ഒക്കെ പ്രശംസിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തവണയും അദ്ദേഹം അഭിനന്ദനങ്ങൾ അറിയിച്ച് ലക്ഷ്യം വെച്ചത് BJP തന്നെയാണ്. കൂട്ടത്തിൽ ടെസ്റ്റ് ഡോസായി CPMും ഇടയ്ക്ക് കയറിപ്പറ്റിയെന്നേ ഉള്ളൂ. എന്തായാലും തരൂരിൻ്റെ ടെസ്റ്റ് ഡോസ് വിജയിച്ചു. കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിലിരിപ്പും കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിലിരിപ്പും ഒക്കെ അദ്ദേഹത്തിന് മനസ്സിലായി. മാത്രമല്ല, ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. കോൺഗ്രസ് പാർട്ടിയോട് അഗാധമായ കൂറുള്ള സാധാരണ പ്രവർത്തകരുടെ മനസ്സിൽ നിന്നും ശശി തരൂർ പടിയിറങ്ങിക്കഴിഞ്ഞു. സ്വാഭാവികമായും ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം മണ്ഡലത്തിലെ MP എന്ന പദവിയിൽ ഇരിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ. അതല്ലാതെ അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലത്തിലെ പ്രവർത്തകർ പോലും അദ്ദേഹത്തെ അനുകൂലിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ശശി തരൂരിൻ്റെ പല നിലപാടുകളോടും പിന്തുണ പ്രഖ്യാപിച്ച് ഇടക്കാലത്ത് അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിനൊപ്പം ശക്തമായി നിലയുറപ്പിച്ച കോഴിക്കോട് MP MK രാഘവൻ പോലും ഇന്ന് ശശി തരൂരിനൊപ്പം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതുതന്നെയായിരുന്നു ശശി തരൂരും ആഗ്രഹിച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകരും നേതാക്കളും തന്നെ ഒറ്റപ്പെടുത്തി
തന്നെ മാറ്റി നിർത്തി തനിക്ക് പുറത്തേക്ക് പോകാനുള്ള വഴി ഒരുക്കുമെന്ന ബുദ്ധിപരമായ നീക്കം. ഏകദേശം ഇപ്പോൾ ആ നീക്കം ഫലം കണ്ടിരിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ശശി തരൂർ ഇപ്പോൾ ഒരു അടഞ്ഞ അധ്യായം മാത്രമാണ്. ഇനിയൊരു തിരഞ്ഞെടുപ്പിൽ, അത് ലോക്സഭ ആയാലും നിയമസഭ ആയാലും, കോൺഗ്രസ് ലേബലിൽ ശശി തരൂർ മത്സരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ കോൺഗ്രസ് ഒരിക്കലും ഇനി അതിന് അനുവദിക്കുകയുമില്ല. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ശശി തരൂരിന് മനസാക്ഷി കുത്തില്ലാതെ കോൺഗ്രസ് വിടാം. കോൺഗ്രസ് വിടുന്നവരെ ഇരുകൈ നീട്ടി സ്വീകരിക്കാൻ BJP ഉണ്ട് എന്നുള്ളത് വ്യക്തമായ വസ്തുതയാണ്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും BJP അധികാരത്തിലെത്തുകയാണെങ്കിൽ ഒന്നുകിൽ ഒരു മന്ത്രിയായി, അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യത്തെ അംബാസഡറായി, അതുമല്ലെങ്കിൽ അതിനൊത്ത മറ്റേതെങ്കിലും ചുമതലയോടുകൂടി ശശി തരൂരിനെ കാണാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒരു 1.5 വർഷത്തിനുള്ളിൽ ശശി തരൂരിൻ്റെ പൂർണ്ണമായ നിലപാട് പുറത്തു വന്നിരിക്കും. കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യും.